നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കോന്നി റൂട്ട് തന്നെയാണ്. ഇപ്പോൾ അടവി എന്ന് പറയുന്ന എക്കോ ടൂറിസം ഏരിയയിലേക്ക്, അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ആ റൂട്ടാണിത്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. യെസ്, കുട്ടവഞ്ചി റൈഡ് എടുക്കാനായിട്ടുള്ള ഏരിയയിലെത്തി. ഈ എഴുതി വെച്ചിരുന്നുണ്ട് ടൂർ പാക്കേജ് 2000 രൂപ ഒരാൾക്ക്. കോന്നി അടവി ആ ബസ്സിൽ പോയാൽ മതി. കോന്നി അടവി ഗവി ടൂർ പാക്കേജാണ് 2000 രൂപ ഇൻക്ലൂഡിങ് ഫുഡ്. അങ്ങനെ അടവി ഒറക്കൽ റൈഡിൻ്റെ ഭാഗത്തെത്തി. അങ്ങനെ കുട്ടവഞ്ചി റൈഡിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. അതായത് 4 പേർക്ക് 600 റുപ്പീസാണ് ഒരു കുട്ടവഞ്ചി. ഏത് വഴിയാണ് പോകണ്ടേ? താഴോട്ട്. ആ ആ ആ, പണ്ട് വന്നതാ. അതെ അതെ അതെ, ഓക്കെ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ അതെ. പിന്നെ ആ, മനസ്സിലായി. ആ, ഒത്തിരി പോയത് അന്ന് കൊണ്ടുപോയതാണോ? ആരായിരുന്നു അന്ന് കൊണ്ടുപോയത്? ഹലോ, ഭീമ ജ്വല്ലറിൽ വെച്ച് നമ്മളെ എന്റെ സിസ്റ്ററാണ്. ഓ ഹായ്. എവിടെയാ സ്ഥലം? ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ അവധിക്ക് വന്നതാണ് അല്ലേ? അതെ. നമസ്കാരം. അങ്ങനെ നമ്മൾ കുട്ടവഞ്ചി റൈഡിന് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ പേർക്ക് എന്നെ അറിയാം. കടം പെണ്ണ് വന്നതല്ലേന്ന് വെച്ചാൽ ഇത് എത്രാമത്തെ പ്രാവശ്യം വരുന്നതെന്നറിയാം. ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ ഈ അടവി പിന്നെ അതുപോലെ ഗവിയൊക്കെ നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി സഞ്ചരിച്ച് ഒരു സമയം ഉണ്ടായിരുന്നു. ഇതെല്ലാ കുട്ടവഞ്ചികളും ഇങ്ങനെ വച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ അടുക്കി പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഇതിവിടെ പാർക്ക് ചെയ്തിരിക്കുവാണ്. ആവശ്യം അനുസരിച്ചിട്ട് എടുത്തിട്ട് വരും. ഇതൊക്കെ കിടങ്ങ്, ഈ അതായത് ആനയൊക്കെ ഉള്ള സ്ഥലമാണ്, അറിയാമല്ലോ. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. കിടങ്ങുണ്ടാക്കിയിരിക്കുന്നത് വന്യജീവികൾ മുകളിലേക്ക് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാണ്. ഓ, കുരങ്ങ, അയ്യോ അതേ പോണു. ഇവന്മാരെല്ലാം ഭയങ്കര സാധനങ്ങളാണ്. ഇവിടെ 5:30 മണി വരെയാണ് ഇവിടുത്തെ കൊറാക്കൽ റൈഡിൻ്റെ സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളിപ്പോൾ 3 പേരാണെങ്കിലും 4 പേരാണെങ്കിലും നമ്മളൊരു കുട്ടവഞ്ചി എടുക്കല്ലേ, ഇപ്പോൾ 600 റുപ്പീസാണ് പേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് വെള്ളമുള്ള സമയമല്ല, കുറച്ച് കുറവാണ്. വലിയ തിരക്കില്ല തോന്നുന്നു അല്ലേ? കുറവാണ്. വീക്കെൻഡാണ് കൂടുതലും. നാളെ വെള്ളി. എന്നെ ആരായിരിക്കും ഇങ്ങോട്ട് പോകും? ഞാൻ വരത്തില്ല, പേടിക്കണ്ട. നമ്മൾ പ്രൊട്ടക്ഷൻ, എനിക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ നീന്തറിയത്തേ ഇല്ല. നമ്മൾ ആ ബാംബു ഹട്ട്സ് ഒക്കെ പോകുന്ന വഴിക്കല്ലേ? താഴെയാണ്. അവിടെ നമ്മൾ പോകത്തില്ലല്ലോ, ഇവിടെയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ, ഇത് അച്ചൻകോവിലാറ് തന്നെയല്ലേ? ഇത് കല്ലാറ്, പമ്പയുടെ കൈ വഴിയാണ് കല്ലാർ. കല്ലാറിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകും. കൊറക്കൽ റൈഡ്. ഇവിടെ എത്ര എണ്ണം ഉണ്ടല്ലേ കുട്ടവഞ്ചി. ഞങ്ങളെല്ലാം പുതിയതാക്കി വെച്ചിട്ടുണ്ടല്ലേ, അപ്കീപ്പുണ്ട്. അത് കഴിഞ്ഞാൽ മാറ്റും. ഉപേക്ഷിച്ച് പുതിയത് കൊണ്ടുവരും. ഓക്കെ, വെരി ഗുഡ്. കയറുന്നതാണ് ചെരുപ്പ് ഊരിയിട്ടാ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അടവിയിൽ വന്നാൽ ഒരു കൊറക്കൽ റൈഡ് അഥവാ കുട്ടവഞ്ചി റൈഡ്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു കുട്ടവഞ്ചി റൈഡ് എടുത്തത് എവിടെയാണെന്നറിയോ? നമ്മുടെ തെന്മല ചെന്തരുണി. എക്കോ ടൂറിസം തന്നെ, അതും ഡാം സൈറ്റ് ആണല്ലോ അവിടെ. കയറാം, പക്ഷേ ഇരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഒന്ന് താന്ന് പോവോ? അയ്യോ, ഇവിടെ അല്ലേ? അങ്ങനെ കല്ലാറിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. പമ്പയുടെ കൈവഴിയാണിത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അടവി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അടവി എക്കോ ടൂറിസം. ആൾക്കാർ വന്നിട്ട് കുട്ടവഞ്ചി റൈഡ്. വേറെ കുട്ടവഞ്ചി കാണിക്കാൻ ആരും പോയിട്ടില്ലല്ലേ? എല്ലാവരും തിരിച്ചു കയറി. ഇതൊക്കെ നല്ല താഴ്ചയില്ലേ ഇവിടെ? എത്ര താഴ്ച വരും? എന്നാലും എത്ര ആൾപ്പൊക്കം? താഴ്ചയുള്ള സ്ഥലമുണ്ട്, പക്ഷെ കുറച്ചുകൂടെ താഴ്ച കുറഞ്ഞ സ്ഥലമുണ്ട്. ഇതെല്ലാം കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണല്ലേ? മൃഗങ്ങളുണ്ട് ഇവിടെ. ആനയുടെ പ്രസൻസ് കൂടുതലുണ്ടാവും. പെരിയാർ ടൈഗർ റിസർവായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് ടൈഗറും ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത് അച്ചൻകോവിൽ വനം, അങ്ങോട്ട് പോയാൽ ശബരിമല വനം അല്ലേ? അച്ചൻകോവിൽ സൈഡിലേക്ക് എല്ലാ വനങ്ങളും കണക്റ്റഡ് ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ടൈഗർ റിസർവും
അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് എല്ലാം കിടക്കുന്നത്. 2 റിസർവ്. ആറിന്റെ ഒരു സൈഡ് ആ കോന്നി റിസർവ്, ഈ സൈഡ് കോന്നി റിസർവ്, മറു സൈഡ് റാന്നി റിസർവ്. ഓ അങ്ങനെയാണ്. ഓക്കെ. ഇത് നമ്മുടെ കല്ലാറ്, ഈ സൈഡ് കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ, അപ്പുറത്തെ സൈഡ് റാന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ ആ മേഖല. അപ്പോൾ 2 വനമേഖലകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കല്ലാർ ഒഴുകുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ശാന്തമായി കിടക്കുന്നല്ലേ. അയ്യോ, ഒരു പൊന്മാൻ ഇങ്ങനെ പറന്ന് മുകളിലോട്ട് പോയി. അവിടെ ആ മരത്തിൻ്റെ ചില്ലയിലുണ്ട് കേട്ടോ കിങ് ഫിഷർ, ഒരു ബ്ലൂ കളറിൽ. ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയല്ല, പറന്നു പോയില്ലെങ്കിൽ കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വനമേഖല എന്ന് പറയുന്നത് ഈ ഭൂമി കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് റാന്നി ഫോറസ്റ്റ് റിസർവ്. അങ്ങനെ 2 ഫോറസ്റ്റ് റിസർവ് ഏരിയയുടെ നടുക്ക് കൂടി നമ്മുടെ മനോഹരിയായ കല്ലാർ ഒഴുകുന്നു പമ്പയുടെ കൈവഴി. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മഴക്കാലമല്ലേ, ഇവിടെയൊക്കെ മഴ വരുന്നുണ്ടല്ലോ നന്നായിട്ട്. അപ്പോൾ ഇത് വെള്ളം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അത്രയില്ല. മഴ ഉള്ള ദിവസം ഭയങ്കര ഇതായിരിക്കും അല്ലേ. അന്ന് നമ്മൾ ബോട്ടിങ് ഉണ്ടാവില്ലല്ലോ ഇതുപോലെ കുറക്ക് അവധിയാവും. ആഹാ, സാഹചര്യം അനുസരിച്ച് അല്ലേ. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴക്കാലമാണ്. പക്ഷേ സമ്മർ പോലെയല്ലേ, നോർമൽ വെള്ളമേ ഉള്ളൂ. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഓ, തടയണ ഉണ്ടാവും, ഇട്ടേക്കും. അപ്പോൾ ഇത് ഒഴുകി പോകാണ്ടിരിക്കാൻ. പക്ഷേ വെള്ളം കുറച്ച് കെട്ടിക്കിടക്കാതെ തടയണ ആക്കും. മനസ്സിലായി. സമ്മർ ടൈം ആകുമ്പോൾ വെള്ളം ഒഴുകി പോകാണ്ടിരിക്കാൻ തടയണ ഇട്ടിട്ട് ഇങ്ങനെ സേവ് ചെയ്യും. അപ്പോഴും വെള്ളം ഉണ്ടാകും ബോട്ടിങ്ങിന്. എല്ലാ സീസണിലും ഇവിടെ ഈ കൊറക്കൽ റൈഡ് ഉണ്ടാകും. ഇവിടെയൊക്കെ ഷാലോ ആണ് അല്ലേ, കട്ട് ചെയ്യുന്ന കാണാം നമുക്ക്. താഴ്ച ഒന്നും ഇല്ലാത്ത ഏരിയയാണ്. ഈ സൈഡ്സ് നമ്മൾ നടുക്ക് പോകുമ്പോൾ ക്ലിയറാണ്. താഴ്ഭാഗം കാണാം, ക്രിസ്റ്റൽ ക്ലിയറാണ്. അതിൻ്റെ അടിഭാഗം കാണുന്ന രീതിയിൽ താഴത്തെ പാറയും കല്ലും എല്ലാം കാണാൻ പറ്റും, മീനുകളും. ഓ, ഒരു കമ്പ് വരുന്നു. മരച്ചില്ലകളുടെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ബ്യൂട്ടിഫുള്ളി കൊറക്കൽ റൈഡ്. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രലിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോവുള്ളൂ, സെൻട്രൽ പോവില്ല. അങ്ങനെയാണല്ലേ. ഓക്കെ. പൊന്മാനിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഇവിടെ എല്ലാം. അപ്പോൾ ഈ പൊന്മാൻ മുട്ടയിടുന്നത് ഈ വെള്ളത്തിൻ്റെ സൈഡിലുള്ള ഈ മണ്ണിലുള്ള പൊത്തയിലൊക്കെയാണ്, ചെറിയ ഹോൾസ് ഉണ്ടാവും. പക്ഷെ പഴയ ചൊല്ലിപ്പോൾ പറഞ്ഞു തരുമായിരുന്നു, ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിനകത്തല്ലേ മുട്ടയിടുന്നത്. കിണറ്റിനകത്തോട്ട് ഇതുപോലെ സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ സൈഡ്സിൽ. ഓ അയ്യോ, അതിനെ ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. ഈ എന്ത് താന്ന് പറക്കുന്നു നോക്കിയേ. ചെറിയ പൊന്മാനുണ്ട്, വലുതുണ്ട്. ഇവനിപ്പോൾ പറന്നു പോയതുണ്ടോ, വെള്ളത്തിന് പാരലായിട്ട് ഇച്ചിരി ഹൈറ്റിലാണ് പോകുന്നത്. പക്ഷെ അത് ആ സൈഡിലായിരുന്നു, കാണാൻ പറ്റിയില്ല. അങ്ങനെ 4-5 ഓക്കെ വെറൈറ്റീസ് ഓഫ് പൊന്മാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. കൊള്ളാലോ, നൈസ്. അയ്യടാ പൊന്മാനേ, അത് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. മരങ്ങളുടെ ഷെയ്ഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്, ഒഴുക്കിനെതിരെ. അതുകൊണ്ട് സൈഡിലൂടെ പോകണം. ഒഴുക്ക് ഇങ്ങോട്ടാണല്ലോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകാം. ഇന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കാരണം അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അല്ലേ. കുറേ കുട്ടവഞ്ചികൾ പാസ് ചെയ്യും. കുറേ പേര് വന്നിട്ട് പോയി. ഞാനിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 4 മണി അടുപ്പിച്ചായി സമയം. നമ്മുടെ ബാംബു ഹട്ട്സൊക്കെ വേറെ സ്ഥലത്താണല്ലേ. ഇതേ ഒരു ഉപ്പൻ പോണു. ഉപ്പനെ എന്താ പറയുന്നത് ഇവിടെ, മറ്റേ ഓറഞ്ച് കളറിലെ ചെമ്പോത്ത്. അത് തന്നെ ഉപ്പൻ. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉപ്പൻ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഉക്കൻ, ഇവിടെ പറയും ഉക്കൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയും. അതൊരെണ്ണം അങ്ങോട്ട് പറഞ്ഞു. വളരെ റെയറായിട്ടുള്ള ഒരുപാട് ബേർഡ്സിനെ സൈറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ദിസ് പ്ലേസ് ഇസ് റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ. എല്ലാത്തിനും കൂടുതൽ കാണാൻ പറ്റും. വിസിബിലിറ്റി കുറയും. പക്ഷെ ഇഷ്ടംപോലെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒളിച്ചിരിക്കുമോ എല്ലാം. നേച്ചറായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് ബ്ലെൻഡായി പോകുന്നൊരു സമയമാണിത്. ഇങ്ങനെ ഈ ഒരു കുട്ടവഞ്ചി റൈഡ് പോകുമ്പോൾ 2 സൈഡിലും നിബിഡ വനം, ഇങ്ങനത്തെ
റയർ സൈറ്റിംഗ് ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. പക്ഷേ ബേർഡ്സിനെ എന്തായാലും കാണാൻ പറ്റും. ഇവിടെ കുരങ്ങന്മാരില്ലേ ഈ ഭാഗത്തൊന്നും? രാവിലെ മലയെണ്ണാൻ കുരങ്ങ് അതൊക്കെ കോമൺ സൈറ്റാണ്. ഇറങ്ങുന്ന സ്ഥലത്തും അവരെല്ലാം ഇപ്പോൾ ആൾക്കാരുമായിട്ട് നല്ല മിങ്കിളായി അല്ലേ, പരിചിതമാണ്. ശല്യമുണ്ടോ? ഇല്ല, ഇവരെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. അവര് വന്നവിടെ ഇരിക്കും, നമ്മൾ കാണുമ്പോൾ ഫുഡ് കൊടുക്കത്തില്ല. മനസ്സിലായി. ഇത് നിർബന്ധമായിട്ടും കൊടുക്കത്തില്ല അല്ലേ? വരുന്ന ടൂറിസ്റ്റുകളോടും പറയും ഭക്ഷണം കൊടുക്കരുത്. കൊച്ചു കുരുവി. ഓ, ബട്ടർഫ്ലൈയെ പോലെ ഇരിക്കുന്നു. ഓ അത് ശരി. ചെറിയ വെട്ടുകിളി മാതിരി അല്ലേ, കുഞ്ഞ്. അതിലും ചെറുതാണോ? എത്ര എണ്ണം പറക്കുന്നു പൊന്മനോ? പരുന്ത് പരുന്ത്. ഓഹോ, ഇങ്ങനെ ഒരുപാട് ബേർഡ്സിനെ കാണാം. ഇങ്ങനെ പറന്ന് നടക്കുക എല്ലാവരും. ഭക്ഷണം മീൻ പിടിക്കാൻ വരുന്നതായിരിക്കും ഇങ്ങോട്ട്. അവിടെ ഉണ്ടോ അവൻ? പറന്നോ? ഇതാണ് സുന്ദരി അല്ലേ, കുരുവി. ആഹാ, മെയിലായിരിക്കുമല്ലോ ഭംഗി കൂടുതൽ. ബേർഡ്സ് അത് മൃഗങ്ങളിലും പക്ഷികളിലും മാത്രമേ അങ്ങനെയുള്ളൂ. മനുഷ്യരെ അംഗീകരിക്കത്തില്ല. അതെ അതെ അതെ, അത് മനുഷ്യരിൽ സ്ത്രീകളാണ് ബെറ്റർ. അത് സമ്മതിച്ചു തരില്ല. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ. വേറെ കുറേ 2-3 ആൾക്കാർ വന്നു തുടങ്ങി. വേറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് വഴിയിൽ വെച്ച് കാണാം. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു, വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പതേ വന്നു. ഈ മരത്തിൻ്റെ പേരെന്താ? മറ്റേ 3 കളറിലെ ലീവ്സ് ഉള്ള വാഗയാണോ? അല്ല, എന്താ? പൂവെണ്ണം. വൈറ്റ്, ഒരു ലൈറ്റ് ഷെയ്ഡിലെ പച്ച, പിങ്ക് ഇല, പച്ച ഇല, പല പല ഇല കളേഴ്സ്. ഇതാണ് കടമ്പ് വൃക്ഷം. നമ്മൾ അതിൻ്റെ താഴെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റയർ സ്പീഷീസ് ആയിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും പൂക്കളും പക്ഷിലതാദികൾ എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിനെയും കാണാം. കാടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര രസമാണ്. അവർ കുറച്ച് ഫോറിനേഴ്സാണ്, പുറത്തുനിന്ന് വന്നവരാണ്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരും അതായത് വെളിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. ആര് വന്നാലും ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഇതൊരു പ്രധാന ഡെസ്റ്റിനേഷനാണ്. ഈ ഒരു ഗവിയിൽ വരുന്ന പോലെ തന്നെ ഇവിടെ അടവിയിലും ഒക്കെ വന്നിട്ട് ടോപ്പ് 10 കാണിക്കുന്നുണ്ട് അടവി അല്ലേ. ഓ, പത്തനംതിട്ട ജില്ലയിലെ അടവി ടോപ്പ് 10 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു കറക്കം കറങ്ങാൻ പോവാണ്. എൻ്റെ ദൈവമേ ഒന്ന് പിടിച്ചിരിക്കട്ടെ. ഒരു റൗണ്ട് ഒരു സർക്കിളിങ് പരിപാടിയാണ് ഇനി. ഇത്ര നേരം വളരെ സ്മൂത്തായിട്ട് പോയി. ഇനി ഒരു ചെറിയ കറക്കം. തല കറങ്ങുന്ന പോലെ തോന്നും. വാവ്, ആഹാ, ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കറക്കി കൊണ്ടുപോകുമോ. ആഹാ, ചെറിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. വി ആർ ഗോയിങ് ബാക്ക്. കുറച്ച് ദൂരം പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. സമ്മർ ആകുമ്പോൾ, അല്ലാതെ പകലൊന്നും ഇവിടെ ആരും കണ്ടതായിട്ട് അറിയില്ല അല്ലേ. സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ? അപൂർവം കിട്ടുമായിരിക്കും അല്ലേ. അവർ വെള്ളം കുടിക്കാനല്ലേ വരുന്നേ, അതേ ക്രോസ് ചെയ്യാനായിട്ട് വരാറുണ്ടോ? അവന്മാർ റാന്നി കാട്ടിൽ നിന്നും കോന്നി കാട്ടിലേക്ക് അവരിങ്ങനെ ട്രസ്പാസ് ചെയ്ത് പോകും വെള്ളത്തിലൂടെ അല്ലേ, തകർത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. ആനയൊക്കെ നീന്തി പോകാറുണ്ട്. അതെ അതെ അതെ, ഒരു വേലിക്കെട്ടുമില്ല. അവർക്ക് കാടെല്ലാം ഒന്നാണ്, കാടിൻ്റെ മക്കൾ. സത്യം പറഞ്ഞാൽ നമ്മൾ കാടിനെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും ഓരോ ചെടികളും മരങ്ങളും എല്ലാം ഭയങ്കര ഒരു സന്തോഷം നൽകും. നമ്മൾ അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഭയങ്കര ക്യൂറിയസ് ആയിട്ട് നോക്കും. ഇരട്ടവാലി, അതിങ്ങനെ എന്താണ്, ഭൂമി കൊലിക്ക പക്ഷിയാണോ? അല്ല, കാക്കത്തമ്പുരാട്ടി. യെസ്, അതുണ്ട്. ഓലഞ്ഞാലിക്കുരുവിയും അതേ ഉണ്ട്. ഈ പേരുകളൊക്കെ നമ്മൾ പാട്ടുകളിലൂടെയാണ് അറിയുന്നത് സത്യം പറഞ്ഞല്ലേ. മലയാള ഗാനങ്ങളിലൊക്കെ പലപ്പോഴും പരാമർശം വന്നിട്ടുള്ളതാണ്. ഓലഞ്ഞാലിക്കുരുവി, ഇതേ ഒരുത്ത് അങ്ങോട്ട് പറഞ്ഞു, കാക്കത്തമ്പുരാട്ടിയെല്ലാം. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
ഓലഞ്ഞാലിക്കുരുവി, അതും വേറൊരു പാട്ടിലുണ്ട്. പാട്ടിലെ ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ഇവിടെ വരാം ബേർഡ് വാച്ചിങ്. ഒരു ബൈനോക്കുലേഴ്സും കൂടി കൊണ്ടുവരിക. ഈ ഒരു കുട്ടവഞ്ചി സവാരിയുടെ ഇടയിൽ തന്നെ സുഖമായിട്ട് കുറേ എണ്ണത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ചാറ്റൽ മഴയും വലിയ വെയിലുള്ള സമയമാണെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വെയിലിനെ എഫക്റ്റ് ചെയ്യാണ്ട് ഒരു കൂൾ ക്ലൈമറ്റ് എന്ന് പറയാം. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ മണ്ണീര വാട്ടർഫാൾസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കൊറക്കൽസൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എവറി ഇയർ അവർ മാറ്റും. ഓരോ വർഷത്തിൽ കൂടുതൽ ഒരെണ്ണം ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പീപ്പുണ്ട് നല്ലതായിട്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ, തിരിച്ചു കയറ്റമാണ് അടുത്ത കടമ്പ. അയ്യോ, അത് തട്ടി ചെറുതായിട്ട്. സേഫ്റ്റിയാണ് ഫസ്റ്റ്. കറക്റ്റ്. കഴിഞ്ഞു. വെരി എൻജോയബിൾ റൈറ്റ്. യെസ്. മുറിഞ്ഞു പോയതാ പാവം. അയ്യോ പാവം, വാലില്ലാത്തൊരു കുഞ്ഞു കുരങ്ങ്. സോ സാഡ്. തലചോറി നോക്കി. ഹലോ ചക്കര, ഒരു ചക്കരയാണല്ലോ ക്യൂട്ടി. അവൻ്റെ അമ്മയെല്ലാം ആണ് ഇവിടെ ഇരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. അയ്യോ, 2 പേരായി. അങ്ങനെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കൊറക്കൽ റൈഡ് അത് കഴിഞ്ഞു. ശരിക്കും കോന്നിയിൽ വന്നാൽ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ചാൽ എലിഫൻറ്റ് ക്യാമ്പാണ്. അതിപ്പോൾ അടയ്ക്കാറായിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് പോകാൻ പറ്റുമോ അറിയില്ല. ഇനി ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാം, വാട്ടർഫാൾസ്. ഇത് പണ്ട് വന്നതാണ്. 2014 മുതൽ 2023 വരെയുള്ള ലിസ്റ്റാണ്. എനിക്ക് 2014 വന്നതാണ് ഇവിടെ. ഇത് ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അടവിയിൽ വന്നു കഴിഞ്ഞാൽ ലഞ്ച് കിട്ടും, ടീ ആൻഡ് സ്നാക്സ് എല്ലാം കിട്ടും. ഇവിടെ ഐസ്ക്രീമാണ് ഇപ്പോൾ തൽക്കാലം. ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. സ്ട്രോബെറി കോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോക്കോബാറാണ്. പാർക്കിങ്ങിലേക്ക് നടക്കുന്നു. ഐ ആം ഗോയിങ് ടു ദി വാട്ടർഫാൾസ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഇതാണ് മണ്ണീര വാട്ടർഫാൾസ്. ഇത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട്, മഴയൊക്കെ അടുത്ത കാലത്ത് പെയ്തത് കൊണ്ടും കുറച്ച് വെള്ളമുള്ളത് കൊണ്ടും നല്ല ഭംഗിയായിട്ട് വാട്ടർഫാൾസിൽ വെള്ളമുണ്ട് കാണാം. ഇച്ചിരി കൂടെ നടന്നാൽ മതി. 100 മീറ്റേഴ്സ് പോലും വേണ്ട. പക്ഷേ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഹിറ്റാച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. മറ്റേ മണ്ണുമാന്തി യന്ത്രമൊക്കെ ഹിറ്റാച്ചി അവിടെ വർക്ക് നടക്കുന്നു. വാട്ടർഫാൾസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഭാഗമാണ് ഇതൊക്കെ. ഓ, ഇവിടെ എന്താണ്ടൊക്കെ കെട്ടി അവിടെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. മണ്ണീര ഫാൾസിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല. ഇത് നേരത്തെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? അതോ ആണല്ലേ? ഓഹോ, പുതിയ കൺസ്ട്രക്ഷനാണ്. അതിനൊന്നും വീടില്ലാന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മേളിൽ ആൾക്കാർ കയറി നിൽക്കുന്നു. കണ്ടോ പിള്ളേർ? അതെങ്ങനെ കയറിപ്പോയി? ആണല്ലേ? ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ മണ്ണീര വാട്ടർഫാൾസ്. ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസിൻ്റെ അവിടെ വരെ എത്തി. ഏതാണ്ട് ഇവിടെ കുറച്ച് യങ്സ്റ്റേഴ്സ് എല്ലാം അവരുടെ ഷൂസും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് മേളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അവർ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 കുട്ടികളാണ്, പയ്യന്മാരാണ്, ബോയ്സ്. ഇത് കുറച്ച് താഴ്ച. ഇതിനകത്ത് എത്ര താഴ്ച ഉണ്ടെന്ന് അറിയില്ല. അവിടെ കാലെടുത്ത് വെക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അവരിതേ മേളിൽ പോയിട്ട് താഴെ വരുന്നു. വേണമെങ്കിൽ കയറി പോകാം, വേണ്ട. ആ വലിയ മരത്തിൻ്റെ വേര് നോക്കിയേ വാട്ടർഫാൾസിൻ്റെ സൈഡിൽ. അത് കാലാന്തരങ്ങളായി അത് ഇങ്ങനെ ആ തട്ടി വെള്ളം തട്ടി പോയി. ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല. മഴക്കാലത്ത് കുറച്ച് മേളിൽ മഴയുണ്ടെങ്കിൽ ഭയങ്കര ഫാൾസിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. അപ്പോൾ ഡേഞ്ചറസ് ആണ് ഇങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. സോ ഫാർ സോ ഗുഡ്. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചു പോകാം. അധികം റിസ്ക് എടുക്കുന്നില്ല. ഇതെന്താ, റോഡിൻ്റെ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർഫാൾസാണ് മണ്ണീര. ഏറ്റവും മേളിൽ എന്തുണ്ട് നിങ്ങൾ പോയി നിന്ന സ്ഥലത്ത്? അവിടെ എന്താ ഉള്ളത്? ആ, ഇതുപോലെ അടുത്തുള്ള ആൾക്കാരാണോ? ലോക്കലായിട്ട് ഹൈറ്റുള്ളൊരു വീട് നിൽക്കുന്ന നോക്കിയാൽ എൻ്റെ അമ്മോ, ഒരു മലൻ ചെരുവിലാണ്. അത് ആ ഹിൽ ടോപ്പിൽ. രക്ഷയില്ല. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ ജേണി ആയിരുന്നു അത്. ഈ പണി നടക്കുന്നതുകൊണ്ട് ഈ സ്ലോപ്പിലൂടെ ആ കൺസ്ട്രക്ഷൻ്റെ ഇടയിലൂടെയല്ലേ കയറി പോയത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. വാട്ടർഫാൾസ് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? ലക്ഷ്മി നായക. അതെ. ഇവിടെ വന്നതാ? ആണല്ലേ? വാട്ടർഫാൾസ് അങ്ങോട്ട് കേറാൻ പാടാ ഇപ്പൊ. മോളെ കണ്ടു മനസ്സിലായി സംസാരിച്ചു.
അത് ശരി. സന്തോഷം. അടവി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് അവിടെ കയറുന്നത്. അതായത് കാട്ടിൽ ഊണെന്ന് പറഞ്ഞിട്ടേ ആരണ്യക എക്കോ കഫേയാണ്. ആരണ്യക എക്കോ കഫേ. കുട്ടവഞ്ചി വെച്ചിട്ടാണ് ദേ ഇവിടെ കോട്ടേജസ് ഇരിക്കാനായിട്ട് ചെറിയ റൂഫ് ഉണ്ടാക്കിയത്. എക്കോ കഫേ കോന്നി വനവികാസ ഏജൻസി സംരംഭം കാട്ടിൽ ഊണ്. ഇവിടെ ഉച്ചയ്ക്ക് ഊണുണ്ട്, വൈകുന്നേരം കപ്പയും മീൻകറിയുണ്ട്, ചായയും സ്നാക്സ് ഉണ്ട്. കേരള വനം വന്യജീവി വകുപ്പ് കോന്നി ഡിവിഷൻ്റെ വകയാണ്. ഓക്കെ, നമസ്കാരം. ഇത് ഒരു വൈകുന്നേര സമയമാണല്ലോ. എത്ര മണി വരെ ഉണ്ട് ഇവിടെ? 5:30, ഏതാണ്ട് 5 മണിയായി സമയം. ഉച്ചയ്ക്ക് ഊണുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാ? രാവിലെ വന്നാൽ എത്ര മണി തൊട്ട് ഓപ്പണിങ്? 8 മണി. 8 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടോ? ഓ, അപ്പോൾ അടവിയിൽ വരുന്നവർക്ക് സൗകര്യം. അടവിയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ പോകുന്ന എല്ലാവർക്കും ചെയ്തും കൊടുക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു സംരംഭമാണ് അല്ലേ? വനംവകുപ്പിൻ്റെ ആണ്, പക്ഷെ കൈകാര്യം ചെയ്യുന്ന ലേഡീസ് അല്ലേ? ലേഡീസിൻ്റെ ഗ്രൂപ്പല്ലേ? ഓക്കെ. വനം വകുപ്പിൻ്റെ ഒരു സംരംഭമാണ് ലേഡീസ് ഒരു കൂട്ടായ്മ. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വൈകുന്നേരം 5:30 വരെ ഉണ്ട്. ഈ സമയത്ത് എന്താ കിട്ടുക? ഉള്ളിവട, കൊഴുക്കട്ട, കപ്പ മീൻകറി. ഓക്കെ, തന്നോളൂ. ഒരു കപ്പ എന്ത് മീനാ? കേരച്ചൂര. ഒരു കപ്പ മീൻകറിയും ഉള്ളിവട, കൊഴുക്കട്ട. പഴംപൊരി ഉണ്ടോ? ഇല്ല. പിന്നെ കട്ടനാണോ? പിന്നെ കട്ടൻ ചായ ആണോ? എന്താ കട്ടൻ കാപ്പി? ബ്രൂ കോഫി ഉണ്ട്. പാലില്ലാത്ത മറ്റേ കോഫി, കടും കാപ്പി ഉണ്ട്. ഒരു കോഫിയും വിത്തൗട്ട് മിൽക്ക്, മറ്റേ കട്ടൻ കാപ്പി. അത് തന്നെ, കടും കാപ്പിയും ബാക്കി. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട കോന്നി ഈ വനമേഖലയിൽ, അതായത് നമ്മുടെ അടവി ഭാഗം, ഇത് എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെ വിത്തൗട്ടല്ല, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. കാട്ടിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആരണ്യകം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാൻറ്റീനുണ്ട്. രസമല്ലേ? അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കയറാനുള്ള സമയമില്ലായിരുന്നു. നമുക്ക് കുട്ടവഞ്ചിയുടെ ഇത് തീർന്നു പോകുന്നതിന് മുമ്പ് എത്തണമായിരുന്നു. അതായിട്ട് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ സമാധാനമായിട്ട് നമ്മൾ വാട്ടർഫാൾസും എല്ലാം കണ്ടിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ തിരിച്ച് പോകാം. ഇവിടുത്തെ കപ്പയും കേര ചൂരയുടെ ചുമന്ന കറിയാണ് അല്ലേ? ഓക്കെ. കുടംപുളിയിട്ട് റെഡ് കറി. കട്ടൻ കാപ്പി വരുന്നു. അവിടെ 2 ചായ വേണ്ടി വരും. 2 പേര് എൻ്റെ കൂടെ ആൾക്കാർ. കട്ടൻ കാപ്പി, നാടൻ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള. ഓ, നല്ല മണം, കോഫി മണം, നല്ല ചൂട്, നാക്ക് പോടും. വാവ്, നല്ല ചുമന്ന കറി. കേട്ടോ, ഗംഭീരം. ലേഡീസ് കുക്കിങ്ങാണ് അവരുടെ നല്ല ഐറ്റം. അത്യാവശ്യം എരിവും പുളി ഉപ്പും എല്ലാം ഉണ്ട്. മീൻ നല്ല ഫ്രഷാണ്. മീനിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പും മുളകും ഒക്കെ. അപ്പോൾ നല്ല കപ്പയും മീനും കഴിക്കാൻ ഈ സമയത്ത് വന്നു. ഉച്ചയ്ക്കും കാണും. ഇപ്പോൾ ചോറെല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇത് മാത്രം. ഇതും സ്നാക്സ്. നല്ല കട്ടൻ കാപ്പി. യെസ്, ഗുഡ്. ഞാനൊരു കോഫി പേഴ്സണൊന്നുമല്ല. ഞാൻ പറഞ്ഞോളൂ, ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം ഇറങ്ങുമ്പോൾ ചുമ്മാ ഒരു രസം. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല റെഡ് കറി. ഈ സമയമായതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്കില്ല. ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം. 1/2 മണിക്കൂറിൽ ഇത് ക്ലോസ് ചെയ്യും. നല്ല ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട പച്ചമാങ്ങ, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ ഉള്ളിവട. കുറച്ച് ഡിഫറെൻ്റാണ്, പരന്നാണ് ഇരിക്കുന്നത് ഉള്ളിവട. ഇവിടുത്തെ ഈ രീതിയിലാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. ഇനി കൊഴുക്കട്ടയും മറിച്ചിട്ടുണ്ട്, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആരണ്യകം കഫേയിലെ കാട്ടിലെ ഊണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കപ്പയും മീനൊക്കെ കഴിച്ച് നല്ല കട്ടൻ കപ്പയും കുടിച്ചിട്ട് ഒരു വഴിയുണ്ട് കേട്ടോ സൈഡിൽ കൂടി. താഴേക്ക് ആറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു, കല്ലാറിൻ്റെ ഭാഗത്തേക്ക്. എല്ലാവരും പോകുന്നൊരു വഴിയാണ്. യെസ്, നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സംഭവം. നമ്മൾ കുട്ടവഞ്ചി റൈഡ് എടുത്തില്ലേ, ആ സെയിം വെള്ളം തന്നെയാണ് കല്ലാർ. അതിൻ്റെ വേറൊരു ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ നടന്നു പോകണു. ഈ പ്രാവശ്യം ഞാൻ കൊടുത്ത ഈ ഒരു സാരിയും ഇതിന് മുന്നത്തെ എപ്പിസോഡ് കൊടുത്തൊരു
യെല്ലോ, ലെമൺ യെല്ലോ പോലത്തെ ഒരു സാരിയിൽ ഇത് രണ്ടും നമ്മുടെ തിരുനെൽവേലി ഷോപ്പിങ്ങിൽ വാങ്ങിയതാണ്. കുറേ പേരൊക്കെ ചോദിക്കും ചേച്ചി സാരി ആ സാരിയാണോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണോ? അതെ അതെ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞേ. കാലൊക്കെ നനയ്ക്കാൻ വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത ഈ ചെറിയ ഇതല്ലേ സ്ട്രീം നോക്കിയേ, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചാല് പോലെ ഇതൊരു സൈഡ് സ്ട്രീമാണ്. വെള്ളം കുറവാണ്, കാട്ടിനകത്തു നിന്നിങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് അതും മെയിൻ കല്ലാറിലേക്ക് തന്നെ പതിയുന്ന കാഴ്ചയാണ് ഇവിടെ. സിദിസ് കണ്ടോ, അങ്ങനെ ഇങ്ങനെ പല പല കൈവഴികളിലൂടെയാണ് വെള്ളം പ്രധാനപ്പെട്ട നദിയുടെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് ഈ ആറിലേക്ക്. യെസ്, ഇവിടെ വരെ വന്നിട്ട് കല്ലാറിലൊന്ന് കാല് നനയ്ക്കാതെ പോകുന്നില്ല. ഇപ്പോൾ സന്ധ്യ ആകാറായി കേട്ടോ, 5:30 ആകാറായി. നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് 6 മണി അടുക്കും. ഇതിപ്പോൾ ഞാനൊരു 1 ഡേ ട്രിപ്പായിട്ട് വന്നതാണ്. രാവിലെ വന്നു, രാത്രി തിരിച്ച് വീട്ടിലെത്തും. ഇനി ഇവിടെ നിന്നൊരു 5:30ക്ക് തിരിച്ചാൽ ഒരു 2.5 മണിക്കൂർ മാക്സിമം, ഒരു 8 മണിക്ക് മുന്നേ വീടെത്തും. ഓക്കെ, കാല് നനയ്ക്കട്ടെ. ഇതേ ഇവിടെ ഇച്ചിരി താഴ്ചയുണ്ട് കേട്ടോ, അങ്ങോട്ട് കുറച്ച് താഴെയുണ്ട്. എന്ത് തണുത്ത വെള്ളമാ, സോ നൈസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ചെറിയ മീനൊക്കെ ഉണ്ട് ഇവിടെ അടിയിൽ കാണാം. ഞാനിപ്പോൾ കാല് കലക്കി വെള്ളം കലക്കുന്ന ലക്ഷണമാണ് തോന്നുന്നത്. ഇവിടെ ഒഴുക്കൊന്നുമില്ല, സേഫാണ്. ഐസ് കോൾഡ് വാട്ടർ, ഓ മൈ ഗോഡ്. കല്ലാറിൻ്റെ മനോഹരമായ കാഴ്ച, വെള്ളം ബ്യൂട്ടിഫുൾ. ഐ ലവ് നേച്ചർ. എനിക്ക് കാട്, നദികൾ, മലനിരകൾ ഒക്കെ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ഇഷ്ടമല്ല, വലിയ ഇഷ്ടമാണ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ നേച്ചർ തന്നെയാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥനയോടുകൂടി അല്ലെ നമ്മളതിനെ സ്നേഹിക്കുക. നേച്ചർ ഹീൽ ചെയ്യും എന്ന് പറയില്ല. നമ്മുടെ സങ്കടങ്ങളും മുറിവുകൾ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ മുറിവുകളും ഒക്കെ നേച്ചറിന് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. നേച്ചർ തെറാപ്പീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തിയറീസും ഉണ്ട്. ഔട്ട്സൈഡ് മുറിവ്, പക്ഷേ ഇൻസൈഡ് ഹീലിങ്ങും ഭയങ്കര നല്ലതാണ്. സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, ടെൻഷൻസ്, സ്ട്രെസ്സ്, ഇതെല്ലാം തന്നെ നേച്ചറുമായി ഇങ്ങനെ ബ്ലെൻഡായി കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുക. വലിയ വലിയ യാത്രകൾ വേണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു യാത്രകൾ, ഇതുപോലെയുള്ള കുഞ്ഞു സ്ഥലങ്ങൾ, അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, ചെറിയ കാടും നദിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. നമ്മുടെ മൈൻഡ് അങ്ങ് റിലാക്സ്ഡ് ആവും. ഞാനിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് വരുന്നു. ഈ ഒരു ട്രിപ്പ് കൊണ്ട് തന്നെ എനിക്കൊരു ഒരാഴ്ചത്തേക്കുള്ള എനർജിയാണ് കിട്ടുന്നത്. എന്ത് സന്തോഷമാണ്. വേറെ ഒന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. നോക്കൂ, ഇവിടെ ഒട്ടും താഴ്ചയില്ലല്ലോ. ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഊഞ്ഞാലാടാന്നാണ് തോന്നുന്നത്. ഇരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതൊരു നേച്ചർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. എൻ്റെ അമ്മയെ ഇത് ഒടിഞ്ഞു പോവോ? അയ്യോ, എൻ്റെ താങ്ങാനുള്ള ശക്തി ഉണ്ടാവോ? അമ്മ ഒടിഞ്ഞു വീഴോ? മരമേ സോറി വേദനിപ്പിക്കുന്നതിൽ. വള്ളിപ്പടർപ്പുകളാണ് കേട്ടോ. അയ്യോ എന്ത് രസമാണ് നോക്കിയേ. നാച്ചുറലായിട്ടുള്ളൊരു സീറ്റിംഗ് കിട്ടി എനിക്കൊരു സ്വിങ്. എൻ്റെ ഫ്രണ്ടിൽ നദി ഒഴുകുന്നു. സോ സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. എന്ത് സീനിക്കാൻ നോക്കിയാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പ്രദേശം. ഒരു മനുഷ്യനില്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ക്യാമറ എന്നാലും ഞാൻ പറയാ ഈ ഒരു ആംബിയൻസ്, ജസ്റ്റ് സീ ദിസ്. എൻ്റെ കാലിൻ്റെ ഇത്രയും പൊക്കത്തിലാണ് ഇപ്പം ഇച്ചിരി വെള്ളം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ. മണ്ണ് കാണാം, തറയിൽ ആറ്റുമണൽ കാണാം, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഭയങ്കര രസം. പക്ഷേ ഇങ്ങനെ ഈ ചാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ടൊക്കെ പോവാണ്. ഈ വെള്ളമെല്ലാം നമ്മുടെ മെയിൻ റിവറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് വാട്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ കുടിക്കാം, അത്രയും പ്യുവർ. ഐസ് കോൾഡാണ്. ഹായ്, ഇരിക്കാനൊരു സ്ഥലം തന്ന് മരത്തിനോട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ ഈ വള്ളിപ്പടർപ്പിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്കും 1 ഡേ ട്രിപ്സൊക്കെ ധാരാളമായിട്ട് വരാം. ഒരുപാട് പൈസ ചിലവൊന്നും വേണ്ട, ചെറിയ പൈസ മതി യാത്രകൾ ചെയ്യാൻ. ചെറിയ ഭക്ഷണശാലകളൊന്നും വലിയ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ വന്ന വഴികളിലൂടെയുള്ള ഭക്ഷണശാലകളാണെങ്കിലും ഇത് ഒരു വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വൺസ് ഇൻ എ വൈൽ, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്, ഒരു ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ചയോ രാവിലെ തിരിച്ചാൽ മതി, രാത്രി വീട്ടിൽ തിരിച്ചെത്താനും പറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ എനിക്കത് ഭയങ്കര ഹീലിംഗ് ആണ്, ഭയങ്കര ഒരു എന്താ പറയുക, റിജുവിനേറ്റിംഗ് ആണ്. ഒരു പക്ഷേ ആയുർവേദത്തിൽ പോയി ഒരു മസാജ് എടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു റെസ്റ്റ് എടുക്കുന്നതിന് അതുപോലെയൊക്കെ അത് ഫിസിക്കലി ഒരു ഹീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ മൈൻഡ് ഹീലിംഗ്, ഒരു റിജുവിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ കളകളാനാദം മാത്രം, പിന്നെ കുറേ കിളികളുടെ ശബ്ദവും കാടിൻ്റെ ചെറിയ ഒരു സംഗീതം. ഈ ഭാവനയൊക്കെ ഇല്ലാത്തവർക്ക് പോലും എന്താ പറയുക, കവികൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനും പിന്നെ സാഹിത്യകാരന്മാർക്ക് എഴുതാനും ഒക്കെ ഉണ്ടാവും.
പക്ഷെ ഇതൊന്നും ഇല്ലാത്തവർക്ക് പോലും നമുക്ക് അറിയാണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക സാഹിത്യമൊക്കെ വരും, കുറച്ച് പോയറ്റിക് ആകും. കാടിനൊരു പച്ചപ്പുണ്ടല്ലോ, ഒരു ലവ്ലി എന്താ പറയുക, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന് പറയല്ലേ, നല്ലൊരു ഡാർക്ക് ഫീലിംഗ് ആണ്. ഡാർക്ക് ഗ്രീൻ നൈസ്. ഇത് 5:30 ആയിട്ടില്ല, 5:30 ആകാനുള്ള സമയമായി വരുന്നു. കുറേ നേരമായി ഞാനിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി തിരിച്ചു പോകാറായി കേട്ടോ, 5:30 ആയി. ഓക്കെ, കട അടയ്ക്കുന്നതിന് മുന്നേ അവിടെ ചെന്നിട്ട് ഒരു മാംഗോ ബാർ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി മേടിച്ചിട്ട് നേരെ കാറിലേക്ക്. ആൻഡ് വി ആർ ഗോയിങ് സ്ട്രെയിറ്റ് ടു ട്രിവാൻഡ്രം. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. മറ്റൊരു സ്ഥലത്ത് കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ